വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം. യാക്കോബ് യാത്ര തുടർന്ന് പൗരസ്ത്യരുടെ ദേശത്തേക്ക് സഞ്ചരിച്ചു. അവൻ നോക്കിയപ്പോൾ ഇതാ വയലിൽ ഒരു കിണർ. അവിടെ അതിനു മുന്നിലായി 3 ആട്ടിൻപറ്റങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. കാരണം ആ കിണറ്റിൽ നിന്നാണ് അവർ ആടുകളെ കുടിപ്പിച്ചിരുന്നത്. കിണറിന്റെ വായ്ക്കല്ല് വലുതായിരുന്നു. അവർ ആട്ടിൻപറ്റങ്ങളെയെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ കിണറിന്റെ വായ്ക്കല്ല് ഉരുട്ടിമാറ്റി ആടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നു. അതുകഴിഞ്ഞ് കല്ല് കിണറിന്റെ മുകളിൽ യഥാസ്ഥാനം തിരികെ വയ്ക്കുകയും ചെയ്തിരുന്നു. യാക്കോബ് അവരോട് ചോദിച്ചു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ ഹാരാനിൽ നിന്നാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിന്റെ മകൻ ലാബാനെ അറിയുമോ? അറിയുമെന്ന് അവർ പറഞ്ഞു. അവന് ക്ഷേമമാണോ? അവൻ ചോദിച്ചു. ക്ഷേമം തന്നെ, അവർ പറഞ്ഞു. ഇതാ അവന്റെ മകൾ റാഖേൽ ആടുകളുമായി വരുന്നു. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെയുണ്ടല്ലോ, ആടുകളെ ഒരുമിച്ച് കൂട്ടാനുള്ള നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ പോയി അവയെ മേയ്ക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ആട്ടിൻപറ്റങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുകയും കിണറിന്റെ വായ്ക്കല്ല് ഉരുട്ടിമാറ്റുകയും ചെയ്തിട്ടേ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഖേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു. എന്തെന്നാൽ അവൾ ഇടയസ്ത്രീ ആയിരുന്നു. തൻ്റെ മാതുലൻ ലാബാന്റെ മകൾ റാഖേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറിന്റെ വായ്ക്കല്ല് ഉരുട്ടിമാറ്റുകയും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നീട് യാക്കോബ് റാഖേലിനെ ചുംബിക്കുകയും ഉച്ചസ്വരത്തിൽ കരയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് റാഖേലിനെ അറിയിച്ചു. അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു. തൻ്റെ സഹോദരി പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ എതിരേൽക്കാൻ ഓടിയെത്തി. അവൻ അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ സംഭവങ്ങളെല്ലാം ലാബാനോട് വിവരിച്ചു. ലാബാൻ അവനോട് പറഞ്ഞു, എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണല്ലോ നീ. 1 മാസക്കാലം അവൻ അവൻ്റെ കൂടെ പാർത്തു. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, നീ എൻ്റെ ചാർച്ചക്കാരനായതിനാൽ പ്രതിഫലമില്ലാതെ എനിക്ക് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ടോ? നിന്റെ വേതനം എത്രയാണെന്ന് എന്നോട് പറയുക. ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവളുടെ പേര് ലയ, ഇളയവളുടെ പേര് റാഖേൽ. ലയായുടെ നയനങ്ങൾ മങ്ങിയവയായിരുന്നു. റാഖേൽ ആകട്ടെ രൂപഭംഗിയുള്ളവളും കാഴ്ചയ്ക്ക് സുന്ദരിയും. യാക്കോബ് റാഖേലിൽ അനുരക്തനായി. അവൻ ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ ഇളയ മകളായ റാഖേലിനു വേണ്ടി 7 കൊല്ലം ഞാൻ അങ്ങയെ സേവിക്കാം. ലാബാൻ പറഞ്ഞു, അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവളെ നിനക്ക് തരുന്നതാണ്. എൻ്റെ കൂടെ പാർത്തുകൊള്ളുക. അങ്ങനെ റാഖേലിനു വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള ഇഷ്ടം മൂലം അവൻ്റെ ദൃഷ്ടികളിൽ അവ ഏതാനും നാളുകൾ പോലെയേ തോന്നിയുള്ളൂ. അപ്പോൾ യാക്കോബ് ലാബാനോട് പറഞ്ഞു, എൻ്റെ ദിനങ്ങൾ പൂർത്തിയായതുകൊണ്ട് എൻ്റെ ഭാര്യയെ തരിക, ഞാൻ അവളെ പ്രാപിക്കട്ടെ. ലാബാൻ ആ പ്രദേശത്തുള്ളവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു വിരുന്ന് നടത്തി. വൈകുന്നേരമായപ്പോൾ അവൻ തൻ്റെ മകൾ ലയായെ യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. അവൻ അവളെ പ്രാപിച്ചു. തൻ്റെ മകൾ ലയായ്ക്ക് പരിചാരികയായി ലാബാൻ തൻ്റെ പരിചാരിക സിൽഫായെ കൊടുത്തു.
നേരം പുലർന്നപ്പോൾ അത് ലേയ ആണെന്നു കണ്ട് അവൻ ലാബാനോട് ചോദിച്ചു, അങ്ങ് എന്നോട് എന്താണ് ചെയ്തത്? റാഖേലിനു വേണ്ടിയല്ലേ ഞാൻ അങ്ങയോടൊപ്പം പണിയെടുത്തത്? പിന്നെ അങ്ങ് എന്നെ ചതിച്ചതെന്തിന്? ലാബാൻ പറഞ്ഞു, മൂത്തവൾക്കു മുൻപേ ഇളയവളെ നൽകുക എന്നത് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യാറില്ല. ഇവളുടെ ആഴ്ച പൂർത്തിയാക്കുക. ഇനിയും വേറെ 7 വർഷം കൂടി നീ എന്നോടൊപ്പം വേല ചെയ്താൽ അവളെയും വേതനമായി ഞങ്ങൾ നിനക്ക് തരാം. യാക്കോബ് അപ്രകാരം ചെയ്തു. അവളുടെ ആഴ്ച പൂർത്തിയായപ്പോൾ ലാബാൻ തൻ്റെ പുത്രി റാഖേലിനെയും അവന് ഭാര്യയായി നൽകി. ലാബാൻ പുത്രി റാഖേലിന് പരിചാരികയായി തൻ്റെ പരിചാരിക ബിൽഹായെ നൽകി. അവൻ റാഖേലിനെ പ്രാപിക്കുകയും ലയായേക്കാൾ കൂടുതലായി റാഖേലിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് 7 വർഷം കൂടി അവൻ അയാളോടൊപ്പം വേല ചെയ്തു. ലയ വെറുക്കപ്പെടുന്നതായി കണ്ട് കർത്താവ് അവളുടെ ഗർഭപാത്രം തുറന്നു. റാഖേൽ ആകട്ടെ വന്ധ്യയായിരുന്നു. ലയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ അവന് റൂബൻ എന്നു പേരിട്ടു. എന്തെന്നാൽ കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു, ഇനി തീർച്ചയായും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വെറുക്കപ്പെടുന്നു എന്ന് കർത്താവ് കേട്ടതിനാൽ അവിടുന്ന് എനിക്ക് ഇവനെയും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവന് ശിമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചിരിക്കുന്നതിനാൽ ഇത്തവണ എൻ്റെ ഭർത്താവ് എന്നോട് അടുക്കുക തന്നെ ചെയ്യും. അക്കാരണത്താൽ അവനെ ലേവി എന്ന് പേര് വിളിച്ചു. അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് അവൾ അവനെ യൂദ എന്ന് പേര് വിളിച്ചു. പിന്നീട് അവൾക്ക് പ്രസവിക്കാനായില്ല. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ലെന്ന് കണ്ട് റാഖേൽ തൻ്റെ സഹോദരിയോട് അസൂയാലുവായി. അവൾ യാക്കോബിനോട് പറഞ്ഞു, എനിക്ക് മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. യാക്കോബ് റാഖേലിനോട് കോപിച്ചു പറഞ്ഞു, നിന്നിൽ നിന്ന് ഉദരഫലം തടഞ്ഞ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ ഞാൻ? അവൾ പറഞ്ഞു, ഇതാ എൻ്റെ ദാസി ബിൽഹ, അവളെ പ്രാപിക്കുക. അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ. അങ്ങനെ അവളിലൂടെ ഞാനും പുത്രലബ്ധയാകും. അവൾ തൻ്റെ പരിചാരിക ബിൽഹായെ അവന് ഭാര്യയായി നൽകി. അവൻ അവളെ പ്രാപിച്ചു. ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിനെ ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ റാഖേൽ പറഞ്ഞു, ദൈവം എന്നെ വിധിക്കുകയും എൻ്റെ സ്വരം കേട്ട് എനിക്കൊരു പുത്രനെ നൽകുകയും ചെയ്തിരിക്കുന്നു. അക്കാരണത്താൽ അവൾ അവന് ദാൻ എന്ന് പേരിട്ടു. റാഖേലിൻ്റെ പരിചാരിക ബിൽഹ വീണ്ടും ഗർഭം ധരിച്ചു. യാക്കോബിന് അവൾ 2ാമതൊരു പുത്രനെ പ്രസവിച്ചു. റാഖേൽ പറഞ്ഞു, എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം തന്നെ നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു. അവൾ അവനെ നഫ്താലി എന്ന് പേര് വിളിച്ചു. തനിക്ക് പ്രസവിക്കാനാകുന്നില്ലെന്ന് കണ്ട് ലയ തൻ്റെ പരിചാരിക സിൽഫായെ കൊണ്ടുവന്ന് യാക്കോബിന് ഭാര്യയായി നൽകി. ലയായുടെ പരിചാരിക സിൽഫ യാക്കോബിന് ഒരു പുത്രനെ പ്രസവിച്ചു. ഭാഗ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് ഗാദ് എന്ന് പേരിട്ടു. ലയായുടെ പരിചാരിക സിൽഫ യാക്കോബിന് 2ാമതൊരു പുത്രനെ പ്രസവിച്ചു. ലയ പറഞ്ഞു, എൻ്റെ സന്തോഷം കാരണം പെൺകുട്ടികൾ എന്നെ സന്തോഷവതി എന്ന് വിളിക്കും. അവൾ അവന് ആഷേർ എന്ന് പേരിട്ടു. ഗോതമ്പ് കൊയ്ത്തുകാലത്ത് റൂബൻ വയലിൽ ചെന്നപ്പോൾ ദൂദായി പഴം കാണുകയും അവ തൻ്റെ അമ്മ ലയാക്കി കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ റാഖേൽ ലയായോട് പറഞ്ഞു, നിന്റെ പുത്രൻ്റെ ദൂദായി പഴത്തിൽ നിന്ന് സദയം എനിക്കും തരിക. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ നീ കൈയടക്കി വച്ചിരിക്കുന്നത് നിസ്സാര കാര്യമോ? എൻ്റെ മകൻ്റെ ദൂദായി പഴവും കൈവശപ്പെടുത്തണമോ? റാഖേൽ പറഞ്ഞു, അതുകൊണ്ട് നിന്റെ മകൻ്റെ ദൂദായി പഴത്തിനു പകരം
അദ്ദേഹം ഈ രാത്രി നിന്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നു. ലയ അവനെ കാണാൻ പുറത്തേക്ക് ചെന്ന് അവനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് അങ്ങ് വരണം. കാരണം എൻ്റെ മകൻ്റെ ദൂതായി പഴം ഞാൻ തന്നെ പ്രതിഫലമായി കൊടുത്ത് അങ്ങയെ വാങ്ങിയിരിക്കുകയാണ്. ആ രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു. ദൈവം ലയായെ ശ്രവിച്ചു. അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് 5ാമതൊരു പുത്രനെ പ്രസവിച്ചു. എൻ്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവന് ഇസാക്കർ എന്ന് പേരിട്ടു. ലയ വീണ്ടും ഗർഭം ധരിച്ചു. യാക്കോബിന് അവൾ 6ാമതൊരു പുത്രനെ പ്രസവിച്ചു. ലയ പറഞ്ഞു, ദൈവം എനിക്ക് നല്ല ഉപഹാരം സമ്മാനിച്ചിരിക്കുന്നു. ഇത്തവണ ഭർത്താവ് എന്നെ മാനിക്കും. കാരണം അവന് ഞാൻ 6 മക്കളെ കൊടുത്തിരിക്കുന്നു. അവൾ അവന് സെബുലൂൺ എന്ന് പേരിട്ടു. അതിനുശേഷം അവൾ ഒരു പുത്രിയെ പ്രസവിച്ചു. അവൾ അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഖേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളെ കേൾക്കുകയും അവളുടെ ഗർഭപാത്രം തുറക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. കർത്താവ് എനിക്ക് മറ്റൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. റാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്നെ വിട്ടയച്ചാലും ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകട്ടെ. എൻ്റെ ഭാര്യമാരെയും കുട്ടികളെയും തന്നാലും അവരെ പ്രതിയാണല്ലോ ഞാൻ അങ്ങയെ സേവിച്ചത്. ഞാൻ പോകട്ടെ. അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. ലാബാൻ അവനോട് പറഞ്ഞു, നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് ഞാൻ ഗണിച്ചറിഞ്ഞിരിക്കുന്നു. അയാൾ തുടർന്നു പറഞ്ഞു, നിന്റെ വേതനം എന്നിൽ നിന്ന് ഈടാക്കൂ, അത് ഞാൻ തരാം. അവൻ അയാളോട് പറഞ്ഞു, ഞാൻ അങ്ങയെ എപ്രകാരം സേവിച്ചെന്നും അങ്ങയുടെ കന്നുകാലികൾ എൻ്റെ കീഴിൽ എപ്രകാരമായിരുന്നെന്നും അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. എനിക്ക് മുമ്പ് അങ്ങേക്ക് കുറച്ചു മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ തീർച്ചയായും ഏറെ പെരുകിയിരിക്കുന്നു. എൻ്റെ ഓരോ ചുവടിനും കർത്താവ് അങ്ങയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി ഞാൻ എപ്പോഴാണ് എൻ്റെ ഭവനത്തിനായി എന്തെങ്കിലും ചെയ്യുക? അയാൾ ചോദിച്ചു, ഞാൻ നിനക്കെന്ത് തരണം? യാക്കോബ് പറഞ്ഞു, അങ്ങ് എനിക്ക് ഒന്നും തരേണ്ട. ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം അങ്ങ് ചെയ്താൽ അങ്ങയുടെ ആടുകളെ ഞാൻ തുടർന്നും മേയിച്ച് കാത്തുകൊള്ളാം. ഞാൻ ഇന്നു തന്നെ അങ്ങയുടെ ഓരോ ആട്ടിൻകൂട്ടത്തിലൂടെയും കടന്ന് ചെമ്മരിയാടുകളിൽ പുള്ളിയും പാണ്ടുമുള്ള എല്ലാ ആടുകളെയും കറുത്ത ആടുകളെയും കോലാടുകളിൽ പാണ്ടും പുള്ളിയും ഉള്ളവയെയും വേർതിരിക്കാം. അവയായിരിക്കും എൻ്റെ വേതനം. വരും നാളിൽ എൻ്റെ വേതനം അങ്ങയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എൻ്റെ നീതി എനിക്ക് സാക്ഷ്യമായിരിക്കും. കോലാടുകളിൽ പുള്ളിയോ പാണ്ടോ ചെമ്മരിയാടുകളിൽ കറുപ്പോ ഇല്ലാത്തതായി എൻ്റെ പക്കലുള്ളതെല്ലാം കളവു മുതലായിരിക്കും. ലാബാൻ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, നീ പറഞ്ഞതുപോലെ തന്നെയാകട്ടെ. അന്നു തന്നെ അവൻ വരയും പാണ്ടുമുള്ള മുട്ടാടുകളെയും പുള്ളികളുള്ള എല്ലാ കോലാടുകളെയും അതിൽ പാണ്ടുകളുള്ള എല്ലാ വെളുത്തതിനെയും ചെമ്മരിയാടുകളിൽ എല്ലാ കറുത്തതിനെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു. തനിക്കും യാക്കോബിനും മധ്യേ അവൻ 3 ദിവസത്തെ വഴിയകലം നിർണയിച്ചു. യാക്കോബാകട്ടെ ലാബാന്റെ അവശേഷിച്ച ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. യാക്കോബ് ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് കമ്പുകളിലെ വെളുപ്പ് കാണത്തക്ക വിധം തൊലി ഉരിഞ്ഞു നീക്കി. താൻ തൊലി ഉരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ ആടുകളുടെ മുമ്പിൽ അവൻ കുത്തി നിർത്തി. വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണ ചേർന്നിരുന്നത്. ആടുകൾ ഈ കമ്പുകളുടെ മുമ്പിൽ ഇണ ചേർന്നു. അവ വരയും പുള്ളിയും പാണ്ടുമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ചെമ്മരിയാടുകളെയാകട്ടെ യാക്കോബ് വേർതിരിച്ച് ലാബാന്റെ കൂട്ടത്തിലെ
വരയുള്ളതും കറുത്തതുമായ എല്ലാ ആടുകളുടെയും നേരെ നിർത്തി. അവൻ അങ്ങനെ തനിക്ക് വേണ്ടി പ്രത്യേകം ആടുകളെ സ്വന്തമാക്കി. അവയെ ലാബാന്റെ ആടുകളോട് ചേർക്കാതെ മാറ്റി നിർത്തി. കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോഴെല്ലാം അവ കമ്പുകളുടെ അരികിൽ വെച്ച് ഇണചേരേണ്ടതിന് യാക്കോബ് കമ്പുകൾ ആടുകൾ കാൺകെ പാത്തികളിൽ വച്ചിരുന്നു. എന്നാൽ മെലിഞ്ഞ ആടുകളുടെ കാര്യത്തിൽ അവനത് ചെയ്തില്ല. അങ്ങനെ മെലിഞ്ഞവ ലാബാന്റേതും കൊഴുത്തവ യാക്കോബിൻ്റേതുമായി. അവൻ അത്യധികം അഭിവൃദ്ധിപ്പെട്ടു. അവന് ധാരാളം ആടുകളും പരിചാരകന്മാരും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. 25 സങ്കീർത്തനം. കർത്താവേ, അങ്ങേ പക്കലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഉയർത്തുന്നു. എൻ്റെ ദൈവമേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ. എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ആരും ലജ്ജിതരാകുകയില്ല. അകാരണമായി വഞ്ചിക്കുന്നവർ ലജ്ജിതരാകും. കർത്താവേ, അങ്ങയുടെ വഴികൾ എന്നെ അറിയിക്കണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിൽ എന്നെ വഴി നടത്തണമേ. എന്നെ പഠിപ്പിക്കണമേ. അങ്ങാണല്ലോ എൻ്റെ രക്ഷയുടെ ദൈവം. ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദയാവായ്പും കാരുണ്യവും അനുസ്മരിക്കണമേ. അവ അനാദി മുതലേ ഉള്ളതാണല്ലോ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി അങ്ങയുടെ നന്മയെ പ്രതി കർത്താവെ എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും സത്യസന്ധനുമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പാപികളെ തൻ്റെ മാർഗത്തിൽ പരിശീലിപ്പിക്കുന്നത്, പീഡിതരെ നീതിയിൽ വഴി നടത്തുന്നത്, പീഡിതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ഉടമ്പടിയും സാക്ഷ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നവർക്ക് അവിടുത്തെ പാതകളെല്ലാം കൃപയും സത്യവുമാണ്. കർത്താവെ, എൻ്റെ കുറ്റം ഏറെയായതിനാൽ അങ്ങയുടെ നാമത്തെ പ്രതി അത് ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തി ആരായാലും തിരഞ്ഞെടുക്കേണ്ട വഴിയിൽ അവിടുന്ന് അവനെ പരിശീലിപ്പിക്കും. അവൻ ഐശ്വര്യത്തിൽ അന്തിയുറങ്ങും. അവൻ്റെ സന്തതി ഭൂമി അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അത് അവരെ തൻ്റെ ഉടമ്പടി അറിയിക്കാനാണ്. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്കാണ്. അവിടുന്ന് തീർച്ചയായും എൻ്റെ കാലുകൾ കെണിയിൽ നിന്ന് വിടുവിക്കും. എൻ്റെ നേർക്ക് തിരിയണമേ, എന്നിൽ കനിയണമേ. എന്തെന്നാൽ ഞാൻ ഏകാകിയും അഗതിയുമാണ്. എൻ്റെ ഹൃദയ ഞെരുക്കങ്ങൾ അവർ വിപുലമാക്കിയിരിക്കുന്നു. എൻ്റെ വ്യഥകളിൽ നിന്ന് അങ്ങ് എന്നെ പുറത്തെടുക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും കാണണമേ. എൻ്റെ പാപങ്ങൾക്കെല്ലാം മാപ്പേകണമേ. എൻ്റെ ശത്രുക്കൾ പെരുകിയിരിക്കുന്നെന്നും അവർ എന്നെ കഠിനമായ ദ്വേഷത്താൽ വെറുക്കുന്നെന്നും അങ്ങ് കാണണമേ. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ മോചിപ്പിക്കണമേ. അങ്ങിൽ അഭയം തേടുന്നത് കൊണ്ട് ഞാൻ ലജ്ജിക്കാതിരിക്കട്ടെ. നിഷ്കളങ്കതയും പരമാർത്ഥതയും എന്നെ കാത്തു സൂക്ഷിക്കട്ടെ. എന്തെന്നാൽ ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടതകളിൽ നിന്ന് വിമോചിപ്പിക്കണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം. അങ്ങനെ യേശു ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ ഗലീലി വിട്ട് ജോർദാൻ അക്കരെ യൂദയ പ്രദേശങ്ങളിലെത്തി. വലിയ ജനക്കൂട്ടം അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, നിങ്ങൾ വായിച്ചിട്ടില്ലേ? സ്രഷ്ടാവ് ആദ്യം മുതൽ തന്നെ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അവൻ തുടർന്നു, ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏക ശരീരമായി തീരും.
തന്മൂലം മേലിൽ അവർ രണ്ടല്ല ഒരു ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചതെന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യമാരെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. പക്ഷേ ആദ്യം മുതൽ തന്നെ അങ്ങനെയായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ അവരോട് പറഞ്ഞു, ആർക്ക് നൽകപ്പെട്ടുവോ അവരല്ലാതെ മറ്റാരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നു തന്നെ ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. അപ്പോൾ അവരുടെ മേൽ കൈകൾ വച്ച് പ്രാർത്ഥിക്കുന്നതിനായി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുവിൻ, അവരെ തടയേണ്ട. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വച്ച ശേഷം അവിടെ നിന്ന് പോയി. അപ്പോൾ ഒരുവൻ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ പാലിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ആ യുവാവ് അവനോട് പറഞ്ഞു, ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു അവനോട് പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്നാൽ ഈ വചനം കേട്ട് ആ യുവാവ് ദുഃഖിതനായി തിരിച്ചുപോയി. എന്തെന്നാൽ അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു സാധിക്കും? യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയ ജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിലിരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനങ്ങളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ആർക്കും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുമ്പന്മാരായ അനേകർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.